സോ എന്താണ് CCRH? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. സാധാരണ നമ്മുടെ എല്ലാ സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും എയിംസ് ഉൾപ്പെടെയുള്ള RN/RM സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. അതായത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ. ബാക്കി 30 മാർക്സ് നോൺ നഴ്സിംഗ് ആണ്. അതിൽ 20 മാർക്സിന് വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. ഇന്ന് ഈ വീഡിയോയുടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമായിട്ടുള്ള CCRH കേട്ടോ. CCRHലെ സ്റ്റാഫ് നഴ്സ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. സോ എന്താണ് CCRH? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പതി. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ആയുഷിന്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനമാണ് ഈ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പതി എന്ന് പറയുക. സോ ഇവിടെ നമ്മുടെ സ്റ്റാഫ് നഴ്സിന്റെ കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുക. നോക്കിയേ, ഇതിന്റെ സ്റ്റാർട്ട് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആൻഡ് ഫീ പേയ്മെന്റ് എന്ന് പറയുന്നത് 5th November 2025 ആണ്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 26th November 2025 ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അതുകൂടാതെ ഫീ പേയ്മെന്റ് നമ്മൾ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന വെബ്സൈറ്റ് ആണ്. അതായത് www.ccrhindia.ayush.gov.in അല്ലെങ്കിൽ www.ccrhonline.in അല്ലെങ്കിൽ www.eapplynow.com. സോ ഇതിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നമുക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് പോസ്റ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാമേ. സോ സാധാരണ നമ്മുടെ എല്ലാ സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും എയിംസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ കോൾ ഫോർ ചെയ്യുന്നത് പോലെ ലെവൽ 7 കേട്ടോ, പേ ലെവൽ 7ലാണ് വരിക. സ്റ്റാഫ് നഴ്സ് എന്ന് പറയുന്ന പോസ്റ്റ് ബേസിക് പേ സ്റ്റാർട്ട് ചെയ്യുന്നത് 44,900 to 1,42,400 ആണ്. ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് ഇപ്പോൾ കോൾ ഫോർ ചെയ്തിരിക്കുന്നത് 9 വേക്കൻസീസ് ആണ്. അതിൽ 3 അൺറിസർവ്ഡ് ആണ്, 4 വേക്കൻസീസ് OBC ആണ്, 1 SC കാറ്റഗറി, അതുകൂടാതെ 1 EWS കാറ്റഗറിയിലാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തിരിക്കുന്നത്. അതിന്റെ മാക്സിമം ഏജ് വരുന്നത് 30 ഇയേഴ്സ് ആണ്. ആസ് പെർ റിലാക്സേഷൻ ഏജ് ഉണ്ടാവും എന്നുള്ളത് കൂടെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് നോക്കിയേ, BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടാകണം. കൂടാതെ BSc അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് പാസ്സായവർക്ക് 6 month എക്സ്പീരിയൻസ് ഉണ്ടാകണം, മിനിമം ഒരു 50 ബെഡ് ഹോസ്പിറ്റലിൽ. അതല്ല എങ്കിൽ ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കേട്ടോ, GNM പാസ്സായവർക്കും അപ്ലൈ ചെയ്യാം. അവർക്ക് RN/RM സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. അതായത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അതുകൂടാതെ 2 years എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഇൻ 50 ബെഡ് ഹോസ്പിറ്റൽ കേട്ടോ. അതായത് BSc അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് കഴിഞ്ഞവർക്ക് 6 മാസത്തെ എക്സ്പീരിയൻസും 50 ബെഡ് ഹോസ്പിറ്റലിൽ. അല്ല എങ്കിൽ GNM ആണ് പാസ്സായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വഴിയാണ്. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. റൈറ്റ് ആൻസറിന് 1 മാർക്കും റോങ് ആൻസറിന് 0.25 മാർക്സ് അല്ലെങ്കിൽ 1/4 മാർക്കാണ് കുറയുക കേട്ടോ. ഇതിന്റെ സിലബസ് വരുന്നത് നഴ്സിംഗ് സിലബസ് 70 മാർക്സും ബാക്കി 30 മാർക്സ് നോൺ നഴ്സിംഗ് ആണ്. അതിൽ 20 മാർക്സിന് ജനറൽ അവയർനെസ്, ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്. അതുകൂടാതെ 10 മാർക്സിന് നമ്മുടെ IT ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടിങ്ങിന്റെ ബേസിക് നോളജും അവർ അസസ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അൺറിസർവ്ഡ്, OBC, EWS കാറ്റഗറിയിലെ സ്റ്റുഡൻസിന് 500 rupees-ഉം SC ST ഫീമെയിൽ കാറ്റഗറീസിന് നില്ലാണ്. അല്ലെങ്കിൽ എക്സാമിനേഷൻ ഫീസ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. എക്സാം സിറ്റി വരുന്നത് സാധാരണ എല്ലാവരും ചോദിക്കുന്നതാണ്, ഇതിന്റെ എക്സാം സെന്റർ എവിടെ ആയിരിക്കും എന്നുള്ളത്. യൂഷ്വലി ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഗൗഹാട്ടി. അതിൽ കേരളത്തിൽ ഏറ്റവും അടുത്ത് വരുന്ന സെന്റർ ചെന്നൈയിലാണ് ഏറ്റവും അടുത്തായിട്ട് സെന്റർ വരിക. സോ ഇത്രയാണ് നമുക്ക് CCRH വേക്കൻസിയെ കുറിച്ച് അല്ലെങ്കിൽ CCRH എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നഴ്സിംഗ് സ്റ്റാഫ് നഴ്സ് എന്ന് പറയുന്ന വേക്കൻസിയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് ഉറപ്പായിട്ട് ഇത് അപ്ലൈ ചെയ്യുക. എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.